കുറിച്ചോർത്ത് ഞാൻ കരഞ്ഞ കണ്ണീരൊക്കെ ദേ ഈ തറയിലാ വീണത്, എന്റെ ഭഗവാന്റെ മുൻപില്. മോളെ, ഒരുപാട് രാത്രികൾ ഇവിടെ ഇരുന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. അനാഥയാണെന്നുള്ള ആക്ഷേപങ്ങൾ കേട്ട നിമിഷം മുതൽ എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോ ഞാനെന്റെ അമ്മയെ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നിർത്തണ്ടേ? ഭഗവാൻ എന്റെ സങ്കടം തീർത്തു തന്നു എന്ന് പറയണ്ടേ? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് മാഡം. എന്റെ അമ്മയാണ് ആദ്യമായി അനാഥയാണെന്നുള്ള കാര്യം ഇവളോട് പറഞ്ഞത്. ആദ്യം ഇവൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ പതുക്കെ ഞങ്ങളുടെ മൗനത്തിലൂടെ ഇവളതറിഞ്ഞു. അന്ന് ഇവള് പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ കാണിച്ചൊരു പരാക്രമമുണ്ട്. നെറ്റിത്തടം പൊട്ടുന്നവരെ തലയിടിച്ച് കരഞ്ഞുള്ളൂ. അന്ന് മുതൽ വിഷമിക്കാൻ തുടങ്ങിയത് എന്റെ കുട്ടി. എന്റെ പ്രാർത്ഥനകളും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ തന്നെയായിരുന്നു. അപ്പൊ രൂപം മാത്രമല്ല, സ്വരവും പ്രവൃത്തികളും, എന്തിന് ഭക്തി പോലും ഒരുപോലെയാണ്. ഇതൊക്കെ ദൈവം കാണിച്ചു തരുന്ന തെളിവാ. ഭഗവാനെ, എന്റെ മകൾക്കും അവളുടെ അമ്മയ്ക്കും ദീർഘായുസ് കൊടുക്കണേ.